തിരുവല്ലയിൽ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് അല്ലേ ആയിരുന്നു. അദ്ദേഹം ഒരു പ്രോഗ്രാമിന് വന്നു. അന്ന് ഞാൻ മാക്ഫാസ്റ്റിലാണ്, കുറച്ച് തിരുവല്ലയിലാണ്. അദ്ദേഹം പ്രസംഗിച്ചു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇന്നവേറ്റർ കുഞ്ചൻ നമ്പ്യാരാണെന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കഥ വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്യാർ കൂത്തിൽ മിഴാവ് കൊട്ടുന്ന ജോലിയാണ് കുഞ്ചൻ നമ്പ്യാർക്ക്. കോടമ്പോലേക്ക് അതൊരു സൈഡ് ആക്ടർ എന്ന് പറഞ്ഞ കുഞ്ഞൊരു റോളാണ് അത്. ഭക്ഷണം കിട്ടും, വർഷത്തിലൊരു വസ്ത്രം കിട്ടും, അത്രേ ഉള്ളൂ അദ്ദേഹത്തിന് പ്രതിഫലം. ചാക്യാർ കൂത്ത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. അതിനകത്ത് ചാക്യാർ പറയുന്ന കഥ ഇരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവുകയില്ല, പക്ഷെ അവരെല്ലാം മനസ്സിലാവുക കാണിക്കും. കാരണം ഒത്തിരി കടുപ്പമുള്ള പുരാണ കഥകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ അറിയാമെങ്കിൽ ചാക്യാർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. തുടർച്ചയായ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ചൻ നമ്പ്യാരൊന്ന് കണ്ണ് ചിമ്മി അറിയാതെ. ആ കണ്ണ് ചിമ്മിയത് കറക്റ്റ് സമയത്ത് ഈ ചാക്യാർ കണ്ടു. അപ്പോൾ പുലർച്ചെ ഇത് അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ കുഞ്ചൻ നമ്പ്യാരോട് ചാക്യാർ പറഞ്ഞു, നാളെ നീ വരണ്ടെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടി. നാളെ വരണ്ടെന്ന് വെച്ചാൽ ഭക്ഷണമില്ല, ജോലിക്ക് കിട്ടുന്ന കൂലി ഇതാ, ഭക്ഷണവും ഒരു വർഷത്തിലേക്ക് വസ്ത്രമാണ്. അപ്പോൾ വഴിമുട്ടി. അപ്പോൾ ആ സാധാരണ പോയി കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റിട്ടാണ് അദ്ദേഹം വരേണ്ടത്. ഈ കുഞ്ചൻ നമ്പ്യാർ ആ 12 മണിക്കൂർ കൊണ്ടോ അത്ര സമയം കൊണ്ട് പുതിയൊരു കലാരൂപം സൃഷ്ടിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ചാക്യാർ കൂത്തു തുടങ്ങിയപ്പോൾ അപ്പുറത്ത് തെങ്ങോലയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇദ്ദേഹം ഈ കുഞ്ചൻ നമ്പ്യാർ ഓട്ടത്തുള്ളിൽ തുടങ്ങി. അപ്പോൾ ചാക്യാരോട്, നീ എന്നോടാണ് മത്സരിക്കുന്നത് ഇത് കാണിച്ചു. പക്ഷേ ആ അന്നത്തെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കലാരൂപം അസ്തമിച്ചു, പുതിയൊരു കലാരൂപം ഉദയം കൊടുത്തു. ഏറ്റവും വലിയ ഇന്നോവേറ്റർ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു ബിസിനസ്, ഒരു രൂപം ഉണ്ടാക്കി, അത് നടപ്പാക്കി, അത് സക്സസ് ആക്കി കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ഞാൻ പുതിയ തലമുറയോട് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ മാറാൻ തയ്യാറാവണം. നമുക്ക് സമയമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ സ്റ്റോറി ടെല്ലിങ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. കഥകൾ പറയുക. ഞാൻ അപ്രീഷിയേറ്റീവ് ഇൻക്വയറി എന്ന് പറഞ്ഞിട്ടൊരു ബിഹേവിയറൽ സയൻസ് പഠിച്ചിട്ടുണ്ട്. അത് അമേരിക്കയിലെ നാഷണൽ ട്രെയിനിങ് ലാബോറട്ടറിയിൽ ഉണ്ടായ ബിഹേവിയറൽ സയൻസാണ്. അതിൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ട് വേണം. കുറവുകളെ കണ്ടെത്തി കുറ്റം പറയുന്നതിന് പകരം അതൊരു പോസ്റ്റ്മോർട്ടമാണ്. അതിന് പകരം നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ അത് വളർച്ചയുണ്ടാവും. അത് മീഡിയയുടെയും ഒരു ആസ്പെക്റ്റാണ്. അപ്പം അങ്ങനെയാണ് സ്റ്റോറി ടെല്ലിങ്. കഥകൾ പറയുമ്പോൾ കഥകൾ എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറീസ് അല്ലേ, അത് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ കഥകൾ പറയുമ്പോൾ ആ കഥയിലിരിക്കുന്ന നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ആളുകൾ തമ്മിൽ കഥകൾ പറയുമ്പോൾ കളി മാറും. അതാണ് ഞാൻ ഇന്നലെ കഥ പറയുമ്പോൾ കളി മാറും എന്നൊരു ഫ്രേസ് ഇതിനെ ഇത് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറിൻ്റെ മാധ്യമ ചരിത്രം നോക്കിയാൽ ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴും പ്രസന്നവദനായിട്ടുള്ള ഒരു എഡിറ്ററാണ് സാറ്. അപ്പോൾ എനിക്ക് സാറ് മംഗലാപുരത്ത് വന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ സാറിന് നല്ല ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. സാറിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ള എപ്പോഴും ചിരിക്കുന്ന, ആരോടും പിണങ്ങാത്ത, എല്ലാവരോടും സ്നേഹമായിട്ടുള്ള ഒരു വലിയൊരു ഇന്റിമസി. സാർ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ പ്രസിഡന്റ്. അപ്പൊ അവിടെ നമുക്ക് തുടങ്ങാം കഥ പറഞ്ഞിട്ട്. ഈ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഒറിജിനെ കുറിച്ചിട്ടും ആ കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ട് നമുക്ക്. റിട്ടയർ ചെയ്ത ജേർണലിസ്റ്റുകൾക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജേർണലിസ്റ്റുകളെ എല്ലാവരും മറക്കും. അതായിരുന്നു നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ. പെൻഷനും തുച്ഛമായ പെൻഷൻ, പിന്നെ സമൂഹത്തിൽ അംഗീകാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്തെ ഒരു 7-8 പേര് കൂടി നമുക്കൊരു സംഘടന ഉണ്ടാക്കണം. പത്രപ്രവർത്തകർക്ക്, ആക്റ്റീവായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് സംഘടനയുണ്ട്. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ. അതുപോലെ നമുക്ക് സമരസംഘടനയൊന്നും വേണ്ട, പക്ഷേ നമുക്കൊരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, ഒരു കോംറേഡ്ഷിപ്പ് അത് നമുക്ക് വേണം. അങ്ങനെ അവർ ആലോചിച്ചു. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന KM റോയി സാറും അതുപോലെയുള്ള പ്രസന്നകുമാർ, അതുപോലെയുള്ള സീനിയേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അന്ന് 5-6 പേര് മാത്രമേ ഉള്ളൂ.
അവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ഇതിങ്ങനെയായിരിക്കണം, ഇതിൻ്റെ പേര് സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള. അത് റോയ് സാറ് സജസ്റ്റ് ചെയ്തതാണ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള. അപ്പോൾ അവരങ്ങനെ ഇത് സംഘടന ഉണ്ടാക്കി. അപ്പോൾ എറണാകുളത്ത് മാത്രമാണ് അത് ഉണ്ടായത്. പിന്നീട് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ, ഈ പിരിഞ്ഞുപോയ ജേർണലിസ്റ്റുകളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അവരവരുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ഓരോ ജില്ലയിലോ ഒന്നോ രണ്ടോ അല്ലെ ചിലപ്പോൾ 3 പേര് മാത്രമാണ് വന്നിരുന്നത് ആദ്യം. പക്ഷേ അത് ക്രമേണ വളർന്ന്, ഞാൻ ചുരുക്കി പറയാം, ക്രമേണ വളർന്ന് ഇപ്പോൾ അത് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും ശാഖകളുള്ള യൂണിറ്റ്സ് ഉള്ള ഒരു വലിയ സംഘടനയായിട്ട് മാറി. അതിനിപ്പോൾ 700-ൽ-അധികം മെമ്പർമാരുണ്ട്. നിർഭാഗ്യവശാൽ അതിൽ ഒരു മനുഷ്യരാകുന്ന സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിർഭാഗ്യവശാൽ വളരെ ചുരുക്കം പേര് ഇതിൽ നിന്നും മാറി വേറെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ ഈ സംഘടനയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഒരു 12 വർഷക്കാലം. അത് കഴിഞ്ഞ് 1.5 വർഷം മുമ്പാണ് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തത്. ഇതിനിടയിൽ ഈ 1.5 വർഷക്കാലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവ ബഹുലമായിരുന്നു. കാരണം ഇത് കേരളത്തിൽ മാത്രം പോരല്ലോ ഈ സീനിയർ ജേർണലിസ്റ്റുകളുടെ ഈ കൂട്ടായ്മ. ഇത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ്മ വേണം, എങ്കിലേ നമുക്ക് ശക്തി ഉണ്ടാകൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽ ഒരു സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഘടന വേണം എന്ന് ഉള്ള ഒരു ചിന്തയിൽ ഞങ്ങളൊരു കോൺഫറൻസ് വിളിച്ചു. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കുട്ടി പോലുള്ള NB ചെക്കുട്ടി, അതുപോലെയുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. മിക്കവാറും സംസ്ഥാനങ്ങളിലെ ആൾക്കാരുമായിട്ടൊക്കെ അവർക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ചെക്കുട്ടി ഡൽഹിയിലും കൂടി വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ആ കോണ്ടാക്ട്സ് പുള്ളി പ്രയോജനപ്പെടുത്തി. എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് ഒരു സീനിയർ ജേർണലിസ്റ്റുകളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചു. അതിൽ ഒരു 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്തു. ജമ്മു കാശ്മീരിൽ നിന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആസാമിൽ നിന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ആ കോൺഫറൻസിനുണ്ടായി. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ രൂപം കൊടുത്ത സംഘടനയാണ് സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, SJFI. അതിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ സന്ദീപ് ദീക്ഷിതാണ്. ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സന്ദീപ് ദീക്ഷിത്. അതിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്ടുകാരനായ NB ചെക്കുട്ടി. അപ്പോൾ ഇപ്പോൾ അതൊരു വലിയ നേട്ടമായി. ഇപ്പോൾ അത് ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് യൂണിറ്റ്സ് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ യൂണിറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നേരത്തെ തന്നെ ഈ റിട്ടയർഡ് ജേർണലിസ്റ്റുകൾക്കൊരു പെൻഷൻ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട K. കരുണാകരൻ ആണ് അതിന് ഞങ്ങളെ സഹായിച്ചത്. തുച്ഛമായ എമൗണ്ടേ ആദ്യം ഉണ്ടായിരുന്നത്, 1000 രൂപ മാസം. പക്ഷെ അതിപ്പോഴ് കഴിഞ്ഞ വർഷം 11,000 രൂപയും പിന്നെ കഴിഞ്ഞ ബജറ്റിൽ അത് പിന്നെ ഒരു 1,500 രൂപ കൂടി കൂട്ടിയിട്ട് 12,500 രൂപയായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് ഇനിയും കൂട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇത് പ്രായമായ ജേർണലിസ്റ്റുകൾക്കൊന്നും ആവില്ല. കാരണം പ്രായമായ ജേർണലിസ്റ്റുകൾ മിക്കവരും രോഗങ്ങളുടെ പിടിയിലാണ്. മരുന്നുകളുടെ വില തന്നെ വളരെ വലുതാണ്. അപ്പോൾ ഈ 13,500 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,500 കിട്ടി തുടങ്ങിയിട്ടില്ല, 11,000 ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അത് ഒരു മാസത്തേക്ക് ഒന്നും ആവില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവം. അപ്പോൾ അതൊന്ന് കേന്ദ്ര ഗവൺമെൻറ് കൂടി ഒന്ന് കനിയണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അവർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു എന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പോൾ അത് മാത്രമല്ല
ചില സംസ്ഥാനങ്ങളിൽ പെൻഷൻ ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ ഇവരുടെ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഉദാഹരണത്തിന് ഒഡീഷ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പെൻഷൻ പദ്ധതി പെൻഷൻ കൊടുത്തു തുടങ്ങി. എമൗണ്ട് കുറവാണ് എങ്കിൽ പോലും പെൻഷൻ കൊടുത്തു തുടങ്ങി. അതും ഞങ്ങളുടെ ഒരു വലിയ നേട്ടമായി. അപ്പോൾ ഈ 1.5 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവമാണ് സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആവിർഭാവം. അപ്പോൾ അത് നന്നായി പോകുന്നു. ഇപ്പം ഇനിയും ഒരു നാഷണൽ കൗൺസിൽ മീറ്റിംഗ് ഇതിനിടയ്ക്ക് ഗോവയിലുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ. ഇനിയിപ്പോൾ നാഷണൽ എക്സിക്യൂട്ടീവ് ഡൽഹിയിൽ നടക്കുകയാണ് അടുത്ത മാസം. അതോടുകൂടി അതിൻ്റെ ഭരണഘടനയൊക്കെയായി, അതിൻ്റെ ആക്ഷൻ പ്ലാനായി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽ ഞങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയും. എല്ലാവരും ദുരിതമനുഭവിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലൊരു ശതമാനം ജേർണലിസ്റ്റുകൾ മറ്റു വരുമാന മാർഗങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും ഇത്. മാത്രമല്ല, ഈ കൂട്ടായ്മയുടെ ഒരു മാധുര്യമുണ്ടല്ലോ. ഇന്ത്യയിലെ സീനിയർ ജേർണലിസ്റ്റുകൾ ഒരൊറ്റ കുടക്കീഴിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം, ഒരു അനുഭവം അത് വേറെ തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ അതിൻ്റെ ആ സുഖം ഞങ്ങൾക്ക് അനുഭവവേദ്യമായി. കാരണം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പേരെടുത്ത ജേർണലിസ്റ്റുകളാണ് വരുന്നത്. എല്ലാവരുടെയും അതിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. വളരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോൾ ഈ അനുഭവങ്ങളുടെ പങ്കിടലും ആ കൂട്ടായ്മയും അതൊക്കെ ഏറെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി. അതാണ് സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കഥ ചുരുക്കത്തിൽ.